കഴിഞ്ഞ വാരം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു ഷാർജയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന കവർച്ചാശ്രമം. മലയാളികൾ ഏറെ ജോലി ചെയ്യുന്ന പ്രശസ്തമായ സ്ഥാപനമായതുകൊണ്ടാണ് ഈ വാർത്ത പ്രവാസികളായ മലയാളികളെയും ഞെട്ടിച്ചത്. ആഫ്രിക്കൻ സ്വദേശികളായ രണ്ടുപേരാണ് കവർച്ച നടത്താനായി എത്തിയതെങ്കിലും മലയാളി ഉൾപ്പെടുന്ന ജീവനക്കാരുടെ സംയോജിത ഇടപെടൽ മൂലം കവർച്ച നടന്നില്ല. ഇപ്പോൾ സ്വന്തം ജീവൻ വകവയ്ക്കാതെ കവർച്ചക്കാരെ അടിച്ചോടിച്ച ജീവനക്കാർക്ക് യൂസഫ് അലി നേരിട്ട് നൽകിയ സമ്മാനങ്ങളാണ് വൈറലാകുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു സംഭവം. മുഖംമൂടി ധരിച്ചെത്തിയ ആചാനുബാഹുക്കളായ രണ്ടുപേർ ക്യാഷ് കൗണ്ടറിലെ ജീവനക്കാരെ ആക്രമിച്ച് പണം കൊള്ളയടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കവർച്ചാശ്രമം ജീവനക്കാരുടെ ധീരമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പരാജയപ്പെട്ടു. ആക്രമികളുമായുള്ള മൽപ്പിടുത്തത്തിനിടെ ജീവനക്കാരന് തലയ്ക്ക് അടിയേറ്റിരുന്നു. ഈ സമയം മറ്റു ജീവനക്കാരും ഓടിക്കൂടി കവർച്ചാശ്രമം തടഞ്ഞു. മിനിറ്റുകളോളം അക്രമികളും ജീവനക്കാരും ഏറ്റുമുട്ടി. ഉദ്യമം പരാജയപ്പെട്ടതിനെ തുടർന്ന് അക്രമികൾ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തു കടക്കും മുൻപേ ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജീവനക്കാരുടെ അസാമാന്യ ധൈര്യമറിഞ്ഞ് യൂസഫ് അലി ജീവനക്കാരെ അഭിനന്ദിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹൈപ്പർ മാർക്കറ്റ് കൊള്ളയടിക്കാനുള്ള ശ്രമം സ്വയരക്ഷ പോലും മറന്ന് ധീരമായി ചെറുത്തു തോൽപ്പിച്ച രണ്ട് ജീവനക്കാരെ സമ്മാനങ്ങൾ കൊണ്ട് യൂസഫ് അലി മൂടുകയും ചെയ്തത്. ക്യാഷറായിരുന്ന കണ്ണൂർ സ്വദേശി മുക്താർ സെമൻ, ഹൈദരാബാദ് സ്വദേശി അസ്ലം പാഷ മുഹമ്മദ് എന്നിവർക്കാണ് അബുദാബിയിലെ ലുലു ആസ്ഥാനത്ത് നടന്ന പ്രത്യേക ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ MA യൂസഫ് അലി പാരിതോഷികങ്ങൾ നൽകിയത്. സമ്മാനങ്ങൾക്ക് പുറമെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ഇവർക്ക് നൽകിയിട്ടുണ്ട്. 5000 ദിർഹം, മൊമെന്റോ, കീർത്തിപത്രം എന്നിവയാണ് യൂസഫ് അലി സമ്മാനിച്ചത്. എത്രയും പെട്ടെന്ന് ഇരുവരെയും ഉയർന്ന തസ്തികയിൽ നിയമിക്കാനും നിർദ്ദേശിച്ചു. ധീരപ്രവൃത്തി കാണിച്ച ഇരുവരെയും താൻ അഭിനന്ദിക്കുന്നതായും അതേസമയം എല്ലാ ജീവനക്കാരും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജാഗരൂകരായിരിക്കണമെന്നും യൂസഫ് അലി പറഞ്ഞു. UAE പോലീസും സുരക്ഷാ സംവിധാനവും ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതാണ്. പ്രതികളെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടിയ ഷാർജ പോലീസിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. അതേസമയം ബന്ധപ്പെട്ട 2 ആഫ്രിക്കൻ സ്വദേശികൾ പിടിയിലായതായി ഷാർജ പോലീസ് അറിയിച്ചു. കൂടുതൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയതായും പോലീസ് അറിയിച്ചു.